अस्सलाम वालेकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु व अशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु। अम्मा बादु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन। अल्हम्दुलिल्लाहि रब्बिल आलमीन। अर्रहमानिर रहीम। मालिकि यौमिद्दीन। इय्याक नअबुदु व इय्याक नस्तईन। इहदिनस सिरातल मुस्तक़ीम। सिरातल लज़ीना अनअमता अलैहिम ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇന്ന് കാലഘട്ടത്തിൽ നാമധാരികളായ പണ്ഡിതന്മാർ ഹസ്രത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് മേൽ ഉന്നയിക്കുന്ന ഒരു ആരോപണം, നൗദുബില്ല, ആ മഹാത്മാവ് മസീഹും മൗദിയുമാണെന്ന് വാദിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിച്ചു എന്നാണ്. ഇതൊരു വ്യാജമായ ആരോപണമാകുന്നു. ഇതിൽ യാതൊരു യാഥാർത്ഥ്യവുമില്ല, അടിസ്ഥാനരഹിതമാണ്. ഇവരിൽ അല്പമെങ്കിലും ലജ്ജയുണ്ടെങ്കിൽ ആ മഹാത്മാവിൻ്റെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് എന്താണ് പറഞ്ഞതെന്ന് നോക്കേണ്ടതാണ്. അള്ളാഹു എന്താണ് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞതെന്ന് നോക്കണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞതെന്ന് നോക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ വാദം ഞാൻ എന്താണോ കരസ്ഥമാക്കിയത് അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലംൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്നുമാണ്. അതല്ലാതെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ്റെ പ്രവചനമനുസരിച്ച് എന്നെ അള്ളാഹു ഇസ്ലാമിൻ്റെ പ്രചരണത്തിനായിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. ഞാൻ ദീനിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിയമിതനായിട്ടുള്ളത്. ഈ അവസാന കാലഘട്ടത്തിൽ ഏതൊരു മസീഹ് മഹ്ദിയെക്കുറിച്ചാണോ പറഞ്ഞിട്ടുള്ളത്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുള്ളത്, ആരുടെ വരവിനെ സംബന്ധിച്ചാണോ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്, ഇസ്ലാമിൻ്റെ സുന്ദരമായ അധ്യാപനത്തെ വീണ്ടും ലോകത്തെ വെളിപ്പെടുത്തുകയും ലോകത്തെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാക കീഴിൽ കൊണ്ടുവരുന്നതിനുമായി ഞാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ ആ വാദമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഞാൻ എന്നിൽ നിന്നും ഒന്നും പറഞ്ഞിട്ടില്ല, ഞാനും ഒരു കട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല. ആ മഹാത്മാവ് പറഞ്ഞു, നിങ്ങൾ എന്നെ വ്യാജനെന്ന് പറയുന്നു. മുസ്ലിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയല്ലേ? അവരെല്ലാ നിലയിലും അവർ വഴിതെറ്റിയിരിക്കുന്നു. അവർ ബലഹീനരായിരിക്കുന്നു. എല്ലാ ഭാഗത്തു നിന്നും ഇസ്ലാമിൽ അക്രമം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിലെ അവസ്ഥയെ സംബന്ധിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനും പറഞ്ഞ അടയാളങ്ങൾ അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. പൊതുവെ ലോകം അള്ളാഹുവിൽ നിന്ന് ദൂരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരു മുസ്ലിഹിൻ്റെ ഒരു പരിഷ്കർത്തന ആവശ്യമില്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നും നേർമാർഗം കരസ്ഥമാക്കിക്കൊണ്ട് ഇസ്ലാമിൻ്റെ സുന്ദര അധ്യാപനങ്ങളെ പ്രചരിപ്പിക്കുവാനായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസത്വത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ദര അധ്യാപനത്തെ ലോകത്ത് പ്രചരിപ്പിക്കുന്നതിനായി ഒരാൾ ആവശ്യമില്ലെങ്കിൽ പിന്നീട് എപ്പോഴാണ് വരിക? ഈ ലോകത്തിൻ്റെ അവസ്ഥകളെ വളരെ വ്യക്തമായി വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. ഈ കാലഘട്ടം ഈ അടയാളങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം ഒരു പരിഷ്കർത്താവിനെ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നു. വിശുദ്ധ ഖുർആൻ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങൾ ഈ കാലഘട്ടത്തിൻ്റെ അവസ്ഥയെ ചിത്രീകരിക്കുന്നു. മസീഹ് മൗഊദിൻ്റെ വാദത്തോടൊപ്പം അള്ളാഹുവിൻ്റെ സഹായവും പിന്തുണയും കാണാൻ സാധിക്കുന്നു. എന്നിട്ടും നിങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പറയുന്നു, ഇത് വാദിച്ചപ്പോൾ
മറ്റ് മതങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ, വളരെ വലിയ അക്രമങ്ങളുണ്ടായി. ധാരാളം മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ക്രിസ്ത്യാനികളാവുകയുണ്ടായി. ഇന്ത്യയിലും പാകിസ്ഥാനിലും പറയുന്നു, മഹാത്മാ പറയുന്നു, ഇനിയും ഒരു പരിഷ്കർത്താൻ്റെ ആവശ്യമില്ലേ ഇസ്ലാമിൻ്റെ സുന്ദരമായ അധ്യാപനത്തെ ലോകത്ത് പ്രചരിപ്പിക്കുന്നതിനായിട്ട്? ഇസ്ലാമിൻ്റെ അധ്യാപനത്തെ വീണ്ടും അതിൻ്റെ പ്രകാശത്തെ, തിളക്കത്തെ ലോകത്തിന് കാണിക്കുന്നതിന് വേണ്ടി ജനങ്ങളെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാക കീഴിൽ കൊണ്ടുവരുന്നതിന് ഒരാൾ ആവശ്യമില്ലേ? ഇസ്ലാം എല്ലാ ഭാഗത്തും ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, നാം ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്, വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ രീതി മാറിയെന്നേ ഉള്ളൂ. ഇത് മതപരമായ നിലയിൽ ഇസ്ലാമിനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളാണ്. ഇപ്പോഴും ജനങ്ങൾ ദീനിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നു, നിരീശ്വരവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ വെളിപ്പെടുത്തിയാലും ഇല്ലെങ്കിലും അവർ ഗോപ്യമായ നിലയിൽ ജനങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ധാരാളം മുസ്ലിങ്ങളുണ്ടാകും. അവരെ സർവേ ചെയ്യുകയാണെങ്കിൽ അതിൽ മുന്നിൽ വരുന്നതാണ്, വന്നിട്ടുമുണ്ട്. അവർക്ക് അള്ളാഹുമായി യാതൊരു ബന്ധവുമില്ല, അതവർ വ്യക്തമാക്കുന്നു. ഇസ്ലാമുമായി അവർക്ക് പ്രത്യേക ഒരു ബന്ധവുമില്ല, കേവലം നാമധാരികളായ മുസ്ലിങ്ങൾ മാത്രമാണ്. എന്നാൽ മുസ്ലിങ്ങൾ ലീഡർക്ക് ഇതിനെക്കുറിച്ചൊരു ചിന്തയുമില്ല, പണ്ഡിതന്മാർക്കും ഒരു ചിന്തയില്ല. എല്ലാവർക്കും അവരുടെ കസേര രക്ഷപ്പെടുത്താനുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. മുസ്ലിം രാജ്യങ്ങൾക്ക് അള്ളാഹു സമ്പത്ത് നൽകിയിട്ടുണ്ടോ? അവരും ഇതിലേക്ക് യാതൊരു ശ്രദ്ധയും ചെലുത്തുന്നില്ല. ധനം കുറവുള്ള രാജ്യം, എന്നാൽ അള്ളാഹു അവർക്ക് പലതും നൽകിയിട്ടുണ്ട്. അവരും തങ്ങളുടെ ആ കസേരയെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുന്നു തങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി. മുസ്ലിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവർക്കും ധൈര്യമുണ്ടാകുന്നു, അവരും മുസ്ലിങ്ങളെയും സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാഴ്ച എല്ലാ ഭാഗത്തും നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു, വാർത്തകളിലും നാം വായിക്കുന്നുണ്ട്. ദീനിനെ മറന്നിരിക്കുന്നു, തബ്ലീഗിൻ്റെ വേദന ആരിലുമില്ല. അള്ളാഹുവിൻ്റെ സന്ദേശം ലോകത്തെ എത്തിക്കുന്നതിന്, ജനങ്ങളെ യഥാർത്ഥ മുസ്ലിങ്ങളാക്കുന്നതിന് വേണ്ടിയുള്ള ചിന്ത ആർക്കുമില്ല. ചിന്ത ഉണ്ടെങ്കിൽ അതൊരു വ്യക്തിക്ക് മാത്രമാണ് ഉണ്ടായിരുന്നു. ആ ഒരു വേദന ജമാഅത്തിലും ഉണ്ടാക്കി, എന്നാൽ ഇന്ന് ലോകം സ്വീകരിക്കുന്നതിന് തയ്യാറല്ല. ഈ കാലഘട്ടത്തിലെ അവസ്ഥയെ സംബന്ധിച്ച് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അല്ലയോ മുസ്ലിങ്ങളെ, ഊലുൽ അസം മുസ്ലിങ്ങളുടെ ആ സംഭവങ്ങൾ, സൽപ്രദക്കാരുടെ ആ കർമ്മങ്ങൾ, നിങ്ങൾ ദുശ്ചിന്തയിലേക്ക് പോകരുത്. നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ നോക്കുക. ധാരാളം അവരുടെ ആ ഗൂഢാലോചനയിൽ വന്നു ചേർന്നിട്ടുണ്ട്. ഈ ദീൻ ഇസ്ലാമിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി എത്ര പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെ എതിരായിട്ട് പരിശ്രമിക്കാൻ നിങ്ങൾക്കും അവകാശമില്ലേ? അത് മനുഷ്യ പരിശ്രമമുണ്ടത് ഇല്ലാതാവുന്നില്ല. എന്നാൽ ദുഃഖമെന്ന് പറയട്ടെ, അവരതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ദുഃഖകരമെന്ന് പറയട്ടെ, തങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളിലും അവരുടെ ഭൗതികച്ചയ്ക്ക് വേണ്ടി എല്ലാം ഉണ്ടായിട്ടും ഇസ്ലാമിൻ്റെ യാതൊരു അംശവും അവരുടെ ഉള്ളിലുള്ള ഇസ്ലാമിൻ്റെ മഹത്വത്തിനു വേണ്ടി ഒന്നും ചെയ്യാൻ അവർ കഴിയുന്നില്ല. അതിന് പരിശ്രമിക്കാൻ പോലും അവർ ശ്രമിക്കുന്നില്ല. അല്ലയോ അലസരെ, ദുഃഖമെന്ന് പറയട്ടെ, നിങ്ങൾ ഇസ്ലാമിൻ്റെ കലിമയെ ഉയർത്തുന്നതിന് വേണ്ടി ഉള്ള ഒരു കഴിവും നിങ്ങളിലില്ല. എന്നാൽ അള്ളാഹുവിനാൽ നിയമിതമായ ഈ ഒരു ഫാക്ടറി അത് നിലനിൽക്കുന്നതാണ്. അത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വാദം, അത് അള്ളാഹു ഇസ്ലാമിനെ തിളക്കമുള്ളതാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. നിങ്ങളതിനെ എതിർക്കുകയാണ്, അതിനെ സഹായിക്കുന്നതിന് പകരമായിട്ട്. ഇന്ന് ഇസ്ലാം ഒരു ദീപത്തെ പോലെയാണ്. അതിനെ ഒരു മുറിക്കുള്ളിൽ അടച്ചു വച്ചിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ബന്ധിക്കപ്പെട്ട അരുവിയെ പോലെയാകുന്നു. ആ മഹാത്മാ പറയുന്നു, ഇസ്ലാം അപജയത്തിൻ്റെ കാലഘട്ടത്തിലാണ്. കുറച്ചെങ്കിലും ഭയപ്പെടുക. അതിൻ്റെ സുന്ദരമായ മുഖം
മുസ്ലിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. പൊതുവിൽ മുസ്ലിങ്ങളിൽ കഴിഞ്ഞ ഒരു സർവേ ചെയ്യപ്പെടുകയുണ്ടായി. യു കെയിൽ റിപ്പോർട്ട് വന്നിരുന്നു. അതിൻ്റെ യു കെയിൽ ഏറ്റവും കൂടുതൽ ഹിജ്റത്ത് ചെയ്യുന്നവർ എമിറേറ്റ്സ് ഇസ്ലാമികൾ മുസ്ലിങ്ങളാണ്. അവർ മുസ്ലിങ്ങളാകുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ച് അവർ തെറ്റായ വിവരങ്ങൾ നൽകിയിരിക്കുന്നു. പല ഇസ്ലാമിനെ കുറിച്ച് പല സങ്കല്പങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു തെറ്റായ. ചില നാമധാരികളായ മുസ്ലിങ്ങൾ അവർ ചില അധ്യാപനങ്ങൾ തെറ്റായ അധ്യാപനങ്ങളെ പിന്തുടരുന്നു. ഇസ്ലാമിൻ്റെ അധ്യാപനം അത് തീവ്രമാണെന്ന് ചിലർ പറയുന്നു. അത് കലഹങ്ങളും യുദ്ധങ്ങളും ഉണ്ടാക്കുന്നതാണെന്ന് പറയുന്നു. മനുഷ്യൻ്റെ വിലകൾ ഇല്ലാതാക്കുന്നതാണെന്ന് പറയുന്നു. മനുഷ്യത്വത്തെ എതിരാണെന്ന് പറയുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് എതിർക്കുന്നത് എന്നാൽ മുസ്ലിങ്ങളുടെ ഇസ്ലാമിനെ അവർക്ക് മുസ്ലിങ്ങളുടെ യഥാർത്ഥ മാതൃക കാണാൻ സാധിക്കുന്നില്ല. അവർക്ക് പറയുന്നു മുസ്ലിങ്ങളുടെ കടമ അതിൻ്റെ ശരിയായ മുഖം കാണിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കേണ്ടിയിരുന്നു. ധനമല്ല ജീവനും രക്തം പോലും ഒഴുക്കേണ്ടതായിരുന്നു. എന്നാൽ അവർ ചെയ്തില്ല. അവരുടെ അജ്ഞത കാരണം അവർ തെറ്റിലകപ്പെട്ടിരിക്കുകയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ച് എഴുതിയത് അത് മതിയായതല്ലേ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്? അവർക്കറിയില്ല ഈ പുതിയ കലഹങ്ങൾ ഇല്ലാതാക്കുന്നതിനായി പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിന് പ്രതിരോധവും പുതിയ രീതിയിൽ വേണ്ടിയുണ്ട്. എല്ലാ കാലഘട്ടത്തിലും അന്ധകാരത്തെ അത് അകറ്റുന്നതിന് വേണ്ടി മുസ്ലിംമാർ വരുന്നു, പരിഷ്കർത്താക്കൾ വരുന്നു. ഒന്ന്, അവരുടെ കർമ്മങ്ങൾ ഇസ്ലാമിന് അനുകൂലമായിട്ടുള്ളതല്ല. ഞങ്ങളുടെ അധ്യാപനം പരിപൂർണമാണെന്നുള്ള കാര്യത്തിൽ അവർ സന്തോഷിച്ചിരിക്കുന്നു. ഈ സുന്ദര അധ്യാപനങ്ങളെ അതിൻ്റെ തിളക്കം കാണിക്കുന്നതിന് വേണ്ടിയാണ് മുസ്ലിം അയക്കുന്നത്. അള്ളാഹു തൻ്റെ വാഗ്ദാനം അനുസരിച്ച് അയച്ചിരിക്കുന്നു. മറ്റു കാര്യം, എതിരാളികളുടെ ആരോപണങ്ങൾ പുതിയ രീതിയിൽ അത് വരുന്നു. അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയും അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക സഹായം ആവശ്യമുണ്ട്. അത് വിശുദ്ധ ഖുർആന്റെ അധ്യാപനയുടെ വെളിച്ചത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഉള്ള മറുപടികളാണ്. എന്നാൽ മൗലവിമാർ, ഈ നാമധാരികളെ പണ്ഡിതന്മാർ ഈ സാധാരണ മുസ്ലിങ്ങളെ വഴികേടിലാക്കുന്നു. അവരെ മാർഗത്തിൽ നിന്നും തെറ്റിക്കുന്നു. മസീഹ് ഇസ്ലാം പറയുന്നു, അല്ലയോ സഹോദരന്മാരെ, ഈ അന്ധകാരം വ്യാപിക്കുമ്പോൾ ആകാശത്തിന് പ്രകാശം വരേണ്ട അനിവാര്യമാകുന്നു. ദീനിനെ സഹായിക്കുന്നവർ പറയുന്നു. എന്നാൽ അവർ കൊടുക്കുന്ന അധ്യാപനം തീവ്രമായതാണ്. ഇസ്ലാമിൻ്റെ അധ്യാപനം സ്നേഹത്തിൻ്റെയും അനുരാഗത്തിൻ്റെയുമാണ്. ഇത് അള്ളാഹുവിനാൽ നിയമിതനായ ഫൽപ്രദമായി ബന്ധപ്പെടേണ്ടതാണ്. അള്ളാഹു സൂറത്തുൽ ഖദറിൽ പറയുന്നു, വിശ്വാസികൾക്ക് സുവാർത്ത നൽകുന്നു. അവരുടെ വചനം ലൈലത്തുൽ ഖദറിൽ ആകാശം നിറക്കിയതാണ്. എല്ലാ പരിഷ്കർത്താക്കളും മുജദ്ദിദുമാരും അള്ളാഹുവിൽ നിന്ന് വരുന്നവർ അവർ ലൈലത്തുൽ ഖദറിലാണ് ഇറങ്ങുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നത് ലൈലത്തുൽ ഖദർ എന്താണെന്ന്. ലൈലത്തുൽ ഖദർ അത് അന്ധകാരം അങ്ങേയറ്റെത്തുമ്പോൾ ആ കാലഘട്ടമാണ്. ആ കാലഘട്ടം ആവശ്യപ്പെടുന്നത് ഒരു പ്രകാശം ഇറങ്ങണമെന്നാണ്. ഈ കാലഘട്ടത്തിൻ്റെ പേര് ലൈലത്തുൽ ഖദർ എന്നാണ് വെച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് രാത്രിയല്ല, ഒരു കാലഘട്ടമാകുന്നു. അത് അന്ധകാരത്താൽ രാത്രി പോലെയായി തോന്നുന്നു. നബിയുടെ വഫാത്ത് അല്ലെങ്കിൽ ആത്മീയ പ്രതിനിധിയുടെ വഫാത്തിന് ശേഷവും ആ കാലഘട്ടം അങ്ങനത്തെ കാലഘട്ടം ഉണ്ടാകുന്നു. അത് അവസാനിക്കാൻ പോകുന്ന രാത്രിയാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞു കടന്നു പോകുന്നു. അപ്പോൾ ആ രാത്രി വരുന്നു. ആ സമയത്ത് ആകാശീയ കാര്യത്താൽ ഒരു മുസ്ലിഹ് ഒരു വിത്ത് പാകപ്പെടുന്നു. ഒരു പുതിയ നൂറ്റാണ്ടിനെ പിറവിയെടുക്കുന്നു. അത് അന്ധകാരത്തെ അകറ്റുന്നതിന് വേണ്ടി. അതിലേക്ക് അള്ളാഹു സൂചന നൽകിക്കൊണ്ട് പറയുന്നു, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. ഈ ലൈലത്തുൽ ഖദർ, അതിൻ്റെ പ്രകാശത്തെ കാണുന്നവർ, ആ മുസ്ലിഹിനോടൊപ്പം ചേരുന്നവർ,
100 വർഷത്തെ ക്കാൾ ഉത്തമരാകുന്നു. 80 80 വർഷത്തേക്കാൾ പറയുന്നു. ഒരു വർഷം നിങ്ങൾക്ക് അതിൽ അങ്ങനത്തെ ലഭിക്കുകയാണെങ്കിൽ ആ ഒരു വർഷം 1000 വർഷത്തേക്കാൾ ഉത്തമമാകുന്നു. എങ്ങനെയാണ് ഉത്തമമാകുന്നത്? കാരണം ആ ലൈലത്തുൽ ഖദ്റിൽ അള്ളാഹുവിൻ്റെ നിയമിതൻ ഇറങ്ങുന്നു. റൂഹുൽ ഖുദുസ് ആ മുസ്ലിഹിൻ്റെ ഒപ്പം ഇറങ്ങുകയും ചെയ്യുന്നു, ആകാശത്ത് നിന്ന് ഇറങ്ങുന്നു. കാരണം അനുഗ്രഹീത ഹൃദയങ്ങളിൽ അത് ഇറങ്ങുന്നതിന് വേണ്ടി അത് മാർഗങ്ങളെ തുറക്കുകയും എല്ലാ മറകളെയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു. അവസാനം ആ അന്ധകാരം അകന്നു പോവുകയും ആ മാർഗദർശനത്തിൻ്റെ പ്രകാശം ഉദിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജമാഅത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കാണുന്നത്, ഞാൻ റിപ്പോർട്ടിലും പറഞ്ഞുണ്ടായി, ഇന്നലെ ആയിരക്കണക്കിന് ആളുകൾ ഓരോ വർഷവും അഹമ്മദിയത്തിൽ സ്വീകരിക്കുകയും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജമാഅത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജമാഅത്തിൽ പ്രവേശിക്കുന്നു. അവർക്ക് മാർഗദർശനം ലഭിക്കുമ്പോൾ അവർ അംഗീകരിക്കുന്നത്, അവർ ശാഠ്യം പിടിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ശാഠ്യത്തിന് പകരം തൗബ ചെയ്യുക, പിന്നീട് നോക്കുക അള്ളാഹു എന്താണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന്. നാം ഇസ്ലാമിൻ്റെ സൗന്ദര്യത്തെ എപ്രകാരമാണ് പ്രകടിപ്പിക്കുന്നത്? അതിനുവേണ്ടി ഒരു വ്യക്തി അന്വേഷിക്കണം. ആരെയാണോ അള്ളാഹു അയച്ചിട്ടുള്ളത് ആ വ്യക്തി അന്വേഷിക്കണം. ആ ഭാഗ്യമുള്ള ഒരു ഹൃദയമായി തീരണം. പറയുന്നു, അല്ലയോ മുസ്ലിങ്ങളെ, ആ ആയത്തുകളെ നിങ്ങൾ ചിന്തിക്കുക. എങ്ങനെയാണ് അള്ളാഹു ഈ കാലഘട്ടത്തിലെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഈ കാലഘട്ടത്തിലെ ചരിത്രത്തെക്കുറിച്ച് അള്ളാഹു എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഈ കാലഘട്ടത്തിൽ ആവശ്യത്തിന് സംബന്ധിച്ച് ഒരു പരിഷ്കർത്താവിനെ അയക്കുന്നതാണെന്ന്. ഇന്നാ നഹ്നു നസൽന സിക്ര വ ഇന്നാ നഹ്നു ഇന്ന അൻസൽനാഹു ഫി ലൈലത്തുൽ ഖദ്ർ. നോക്കുക, മനസ്സിലാക്കുക. നിങ്ങൾ ഈ കാലഘട്ടത്തിൽ വിലമതിക്കുകയില്ലേ? അള്ളാഹുവിൻ്റെ വാക്കുകളെ, അള്ളാഹു അയച്ചവരെ നിങ്ങൾ നല്ല രീതിയിൽ നോക്കുകയില്ലേ? പറയുന്നു, ഈ കാലഘട്ടം എങ്ങനെയുള്ള കാലഘട്ടമായിരുന്നു? എല്ലാവരും ആഗ്രഹിക്കുന്നത് എതിർപ്പുകൾ 4 ഭാഗത്തുനിന്നും വരുന്നുവോ, അതേപോലെ പ്രതിരോധവും 4 ഭാഗത്തു നിന്നും അതിനെ പ്രതിരോധിക്കേണ്ടതാണ്. അത് അങ്ങനെ 14-ാം നൂറ്റാണ്ട് ആരംഭിച്ചു. ആ 14-ാം നൂറ്റാണ്ട് തുടക്കത്തിൽ തൻ്റെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് ഇന്നാ നഹ്നു നസ്സൽന സിക്ര വ ഇന്നാ ലഹു ലഹാഫിദൂൻ, ഈ ഫിത്നയുടെ പരിഷ്കരണത്തിനായി മുജദ്ദിദിനെ അയക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ അഭിപ്രായത്തിൽ എല്ലാ മുജദ്ദിദിനും ഒരു പ്രത്യേക നാമം ഉണ്ടാകുന്നു. ഒരു വ്യക്തി ഒരു ഗ്രന്ഥം എഴുതുമ്പോൾ അതിൻ്റെ വിഷയത്തിനനുസരിച്ച് ആ ഗ്രന്ഥത്തിനൊരു നാമം വെക്കുന്നു. അതേപോലെ തന്നെ അള്ളാഹു ഈ മുജദ്ദിദിൻ്റെ പേര് ഈ സാഹചര്യത്തിനനുസരിച്ച് മസീഹ് എന്ന് വച്ചിരിക്കുന്നു. കാരണം അത് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. അവസാന കാലഘട്ടത്തിൽ ഈ കുരിശിൻ്റെ ഈ ഫിത്നയെ അത് മസീഹാണ് നേരെയാക്കുക. ഈ കാലഘട്ടത്തിൽ, അതായത് ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ഈ കാലഘട്ടം, അത് ഫിത്ന അത് ഏറ്റവും ഉന്നതിയിലായിരുന്നു. പ്രത്യേകിച്ച് വളരെയധികം എതിർപ്പുകളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെ ശാന്തമായ രീതിയിൽ, പുതിയ രീതിയിൽ ആണ് എതിർപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പുതിയ രീതി അവർ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇസ്ലാമിൻ്റെ ശക്തി ഇല്ലാതാക്കുന്നതിന് വേണ്ടി നാം കാണുന്നു, മുസ്ലിം ലോകം അത് മനസ്സിലാക്കുന്നില്ല. അതിനുള്ള പരിഹാരം യുദ്ധമല്ല. അതിൻ്റെ പരിഹാരം ഇസ്ലാമിൻ്റെ സുന്ദര അധ്യാപനങ്ങളെ മൂലം വിജയത്തെ ഹൃദയങ്ങളെ കീഴടക്കുക എന്നുള്ളതാണ്. അവരെ ദൈവദാസരാക്കി തീർക്കുക എന്നുള്ളതാണ്. ശത്രുക്കൾ അവരുടെ ഹൃദയത്തിൽ ഇസ്ലാമിൻ്റെ മഹത്വം സ്ഥാപിക്കുക. ആരൊക്കെയാണോ ഇത് ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ പേരാണ് മസീഹ് മൗഊദ്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, യക്സിറു സലീബ്, കുരിശിനെ ഉടക്കുക എന്നുള്ളത് ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഇത് മസീഹ് മൗഊദിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ കാലഘട്ടം അത് തന്നെയല്ലേ? നിങ്ങൾ ചിന്തിക്കുക, അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കുന്നതാണ്. ഈ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ചുകൊണ്ട് വളരെ വേദനയോടുകൂടി, ചിന്തയോടുകൂടിയാണ് ഹദ്റത്ത് മസീഹ് ഇസ്ലാം ഇത് പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങൾ ഇന്നും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് പ്രത്യക്ഷത്തിൽ മതപരമായ വലിയ എതിർപ്പില്ല.
പക്ഷേ ഇതൊരു ദജ്ജാലിൻ്റെ ഗൂഢതന്ത്രമാണ്. മറ്റു രീതിയിൽ അവർ ഇസ്ലാമിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാലഘട്ടത്തിൻ്റെ ആവശ്യം, മുസ്ലിഹിൻ്റെ ആവശ്യത്തെക്കുറിച്ച് മസീഹ് ഇസ്ലാം പറയുന്നു, ഇത് സ്ഥാപിക്കപ്പെട്ട കാര്യമല്ല. ഈ കാലഘട്ടത്തിലാണ് പരിഷ്കർത്താവ് വരേണ്ടത്. പറയുന്നു ബുഖാരിയിൽ അസഹുൽ കിതാബ് ബാദ കിതാബില്ല ആയ ബുഖാരിയിൽ എഴുതുന്നു, മസീമോദിൻ്റെ കസ്ര സലീബ് കുരിശുടക്കുന്നതിന് വരുന്നതാണ്. അത് വരുന്ന കാലഘട്ടം രാജ്യത്ത് എല്ലാ രീതിയിലും ഫസാദും കലഹങ്ങളും ഉണ്ടായിരിക്കും. ഇനി ഇത് മനസ്സിലാക്കാൻ വലിയ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ക്രിസ്തു മതത്തിൻ്റെ പ്രഭാവം ലക്ഷങ്ങൾ കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ പടഞ്ഞിരിക്കുന്നു. വളരെ പ്രകടമായ രൂപത്തിലല്ലെങ്കിലും ഗോപ്യമായ നിലയിൽ എതിർപ്പുകൾ ഉണ്ടാകുന്നു. നമുക്കത് കാണാൻ സാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഇസ്ലാമിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. നൂറുകണക്കിന് പേർ ഓരോ കുടുംബത്തിൽ നിന്നും ഇസ്ലാമിൽ നിന്ന് മുർത്തതാകുക മാത്രമല്ല, ഹസ്രത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഠിന ശത്രുവായി തീരുകയും ചെയ്യുന്നു. പതിയ സ്ഥലങ്ങളിൽ പല ഡേറ്റകൾ വരുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. അതിൽ നിന്നും വ്യക്തമാകുന്നത് ജനങ്ങൾ വളരെ ഈ തീവ്രവാദികൾ മുസ്ലിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ കാരണം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ധാരാളം ഗ്രന്ഥങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പലതും അസഭ്യങ്ങൾ നിറഞ്ഞുള്ള ഗ്രന്ഥങ്ങളാണ്. ഹസ്രത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും ഇസ്ലാമിനും മേൽ വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു. നാം നോക്കുക, കഴിഞ്ഞ 1300 വർഷത്തിൽ ഇത്തരത്തിലുള്ള ഒരു എതിർപ്പ്, ഇസ്ലാമിൽ ഇത്തരത്തിലുള്ള അക്രമം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ ഉണ്ടായിരിക്കുന്ന രീതിയിലുള്ളത് ഗ്രന്ഥങ്ങൾ വളരെയധികം പ്രസിദ്ധീകരിക്കുന്നു, മറ്റൊരു ശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം തന്നെ ഈ ഒരു പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 13-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടതിന്. അപ്പോഴാണ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വരേണ്ടിയിരുന്നത്. ചരിത്രം അറിയാവുന്നവർക്ക് അവർക്കറിയാം എങ്ങനെയാണ് മസീഹ് ഇസ്ലാമിൻ്റെ വാദത്തിൻ്റെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ ഈ ക്രിസ്ത്യ മതത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നതെന്ന്, അല്ലെങ്കിൽ ഈശ്വരവാദത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നതെന്ന്. അത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ജനങ്ങൾ ഇസ്ലാമിൽ നിന്ന് ദൂരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചിലർ തങ്ങൾ മുസ്ലിങ്ങൾ പറയുന്നതിനെ ലജ്ജിച്ചിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആന്റെ അപമാനിക്കുന്നതിനായി ഗ്രന്ഥങ്ങൾ എഴുതിയിരുന്നു, മുദ്രാവാക്യങ്ങൾ വിളിച്ചിരുന്നു. എന്തുകൊണ്ട്? കാരണം അവരിൽ അതിനുള്ള മറുപടി ഇസ്ലാമിൻ്റെ അധ്യാപനം പറഞ്ഞുകൊണ്ട് അവർക്ക് അതിന് മറുപടി പറയാനുള്ള അവർക്ക് കഴിവുണ്ടായിരുന്നില്ല. അവർ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ സുന്ദരമായി കൊണ്ട് എന്തുകൊണ്ട് കാണിക്കുന്നില്ല? വലിയ വാദങ്ങൾ നടത്തുന്നു. പക്ഷേ എന്നാൽ ഇത് അള്ളാഹു തൻ്റെ നിയമിതൻ്റെ ഏൽപ്പിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ജമാഅത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നത് അതിന് മറുപടി നൽകാൻ. ഇന്ന് അതുകൊണ്ട് ഓരോ അഹമ്മദിയുടെയും ഉത്തരവാദിത്തം ഇന്ന് ഇസ്ലാമിൻ്റെ സുന്ദരമായ അധ്യാപനത്തെ ലോകത്ത് പ്രചരിപ്പിക്കുക, തങ്ങളുടെ പ്രവർത്തനം കൊണ്ടും അത് പ്രചരിപ്പിക്കുക. അള്ളാഹു പറയുന്നു ബുദ്ധി ഇത് അംഗീകരിക്കുന്നു. ഇങ്ങനെയുള്ള അപകടമായ കാലഘട്ടത്തിൽ പൊതുവിൽ ഭൂമിയിൽ വളരെയധികം എതിർപ്പുകൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. മുസ്ലിങ്ങളുടെ ആന്തരികമായ ജീവിതം അത് നല്ല രീതിയിലല്ല. ഒരു പരിഷ്കർത്താവ് വരേണ്ടതാണ്. ഈ ആന്തരികമായ അവസ്ഥയെ പരിഷ്കരിക്കുന്നതിന് വരേണ്ടതാണ്. 13 നൂറ്റാണ്ടിലെ 10 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ വിഷവായുവിൽ വളരെ ശക്തമായി അന്തരീക്ഷത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. അത് പതുക്കെ പലരെയും തന്നെ കൈവശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മുസ്ലിങ്ങൾക്കും അതിന് കഴിവുണ്ടാവില്ല അതിനെ പ്രസിദ്ധീകരിക്കുക എന്നുള്ളത്. ആക്ഷേപങ്ങളും അക്രമങ്ങളും സാധാരണമല്ല, അസാധാരണമാണ്. അതിനെ പ്രതിരോധിക്കാൻ എല്ലാവർക്കുടെയും പക്ഷത്തിൽ പറ്റിയതല്ല, എല്ലാവരുടെ വശത്തിലല്ല. അതിനു വേണ്ടി ആകാശീയ ശക്തിയുടെ ആവശ്യമുണ്ട്. അതിനാൽ പറയുന്നു, ഈ കാലഘട്ടം ഹദ്റത്ത് മസീഹ് മൗഊദ് കാലഘട്ടമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. ഇത് വളരെയധികം വളരെ പെട്ടെന്ന് മനസ്സിലാക്കപ്പെടുന്ന കാര്യമാണ്. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മസീഹിന്റെ വരേണ്ട പ്രധാന ഉദ്ദേശം കുരിശുടക്കുക എന്നുള്ളതാണ്. ഇന്ന് ക്രിസ്തുമതം വളരെയധികം അഭിവൃദ്ധിയിലാണ്. അവരുടെ ആ രീതി
അവരുടെ അക്രമ രീതി അതെല്ലാം വളരെ ഭയാനകമാണ്. അതിനെ പ്രതിരോധിക്കാൻ എളുപ്പമല്ല. ഇനി നിങ്ങൾ എന്തിനാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? പറയുന്നു 14 നൂറ്റാണ്ടിൽ 17 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ അവസരത്തിൽ 17 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ ഇതുവരെ മസീഹ് വന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരും അള്ളാഹു ഒരു 100 വർഷം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഇസ്ലാമിനെ അപഹാസ്യ പാത്രമാക്കിക്കൊണ്ടിരിക്കണമെന്നുള്ളതായിരിക്കുമെന്ന് മുസ്ലിങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു കവിതയിൽ പറയുന്നു, മസീഹയുടെ സമയമായിരുന്നു, മറ്റാരുടെയുമല്ല. ഞാൻ വന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നിരുന്നേനെ. नाराए तकबीर, इस्लाम अहमदियत, गुलाम अहमद की नाराए तकबीर। എന്തായാലും വരണമായിരുന്നു. മസീഹ് ഇസ്ലാം പറഞ്ഞതുപോലെ അത് പറഞ്ഞിട്ട് ഇപ്പോൾ 100 വർഷം കഴിഞ്ഞിരിക്കുന്നു. അവരിപ്പോഴും അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ചിലർ പറയുന്നു വരാൻ ആരുമില്ല എന്ന് പറയുന്നു. ചുരുക്കത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഇതുവരെ മസീഹ് മൗഊദ് വന്നില്ല. ഇസ്ലാമിൻ്റെ അവസ്ഥയിലേക്ക് ആർക്കും യാതൊരു ശ്രദ്ധയുമില്ല. ആ നാമധാരികളായ പണ്ഡിതന്മാർ പറയുന്നത് ഞങ്ങൾ ഇസ്ലാമിനെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്നു, അങ്ങനെ അവർ വാദിക്കുന്നു. എന്നാൽ അവരുടെ പ്രതിരോധം എന്താണ്? എല്ലായിടത്തും ഇസ്ലാമിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു തൻ്റെ വാഗ്ദാനം പൂർത്തിയാക്കുകയില്ലേ? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങൾ പൂർത്തിയാവുകയില്ലേ? തീർച്ചയായിട്ടും പൂർത്തിയാവുന്നതാണ്. എന്നാൽ അത് കാണേണ്ടവർ കാണും. എങ്ങനെയാണ് അള്ളാഹു പൂർത്തിയാക്കുന്നതെന്ന്. ചിലർ ഗ്രൂപ്പുകൾ ഇസ്ലാമിൻ്റെ സേവനത്തിൻ്റെ പേരിൽ പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നു. അത് ഇസ്ലാമിനെ സഹായിക്കാൻ, ഒരു യുദ്ധത്തിലൂടെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിനുള്ള സാധനങ്ങൾ അവർ എതിരാളികളിൽ നിന്ന് വാങ്ങുന്നു. കുറച്ചങ്ങ് ചില ആയുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അത് അവരെ പ്രതിരോധിക്കാൻ മതിയായതല്ല. അവരുടെ പുതിയ സാങ്കേതിക വിദ്യയെ അവർക്ക് പ്രതിരോധിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് അവർക്ക് തിരിയേണ്ടി വരുന്നു. അതുകൊണ്ട് പിന്നെ എന്ത് ഗുണമാണുള്ളത്? പ്രതിരോധം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം തങ്ങളുടെ ഉള്ളിൽ ധൈര്യം ഉണ്ടാക്കുക. എല്ലാ രീതിയിലും ഇസ്ലാമിനെ പ്രതിരോധിക്കുക. ഇന്ന് ഈ കാലത്ത് ഇസ്ലാമിലും ഇസ്ലാം രാജ്യങ്ങൾക്കുമുള്ള അക്രമങ്ങൾ അതിനാരാണ് സഹായിക്കുന്നത്? ഈ മുസ്ലിങ്ങളുടെ അവകാശത്തിന് ആരും സംസാരിക്കുന്ന, പലസ്തീനോട് ആരാണ് സംസാരിക്കുന്നത്? അഹമ്മദികളെ ഇല്ലാതാക്കുക എന്നതിലാണ് ഇന്ന് അവർ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. അഹമ്മദികളെ ഇല്ലാതാക്കുക. ഈ ബുദ്ധിയില്ലാത്തവർക്കറിയില്ല അഹമ്മദികൾ കൊടുക്കുന്ന കുർബാനികൾ അത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തെ ലോകത്ത് പ്രചരിപ്പിക്കുന്നതിനും ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. യഥാർത്ഥ ജിഹാദിനെ കുറിച്ച് പറയുന്നു മസീഹ് ഇസ്ലാം, അവരുടെ ആ രക്തച്ചൊരിച്ചിലല്ല. അധികം പേരും പറയുന്നത് പോലെ അവർ എല്ലാം യുദ്ധത്തിൽ അവസാനിപ്പിക്കുന്നു. ഞാൻ ഇതിന് തികച്ചും എതിരാണ്. മസീഹ് ദീനിനോട് യുദ്ധം ചെയ്യുന്നതല്ല. ആ രാജ്യത്ത് യുദ്ധം ഉണ്ടാകുമ്പോൾ, രാജ്യത്തെ ആക്രമിക്കുമ്പോൾ പ്രതിരോധിക്കാം, അത് അനുവദനീയമാണ്. ദീനിന് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അത് ശരിയായതല്ല. ആ ശത്രുക്കൾ ചെയ്യുന്ന പോലെ തന്നെയാണ് നിങ്ങളും ചെയ്യുന്നത്. ഇസ്ലാമിനെ എതിര് വളരെ 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 സൂത്രശാലിയോടാണ് ചെയ്യുന്നത്. തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവരെയാണ് ആക്രമിക്കുന്നത്. അതിനുവേണ്ടി ആവശ്യമായത് ഇസ്ലാമിൻ്റെ സുന്ദരമായ അധ്യാപനത്തെ ലോകത്ത് പ്രചരിപ്പിക്കുക, ലോകത്തോട് പറയുക ഇതെല്ലാം ദജ്ജാലി ചലനങ്ങളാണ്, നിങ്ങൾ അത് നിങ്ങൾ സൂക്ഷിക്കുക. ആയുധങ്ങളുമായി യുദ്ധം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ അപ്പോൾ അത് പ്രതിരോധിക്കാം, അത് അനുവദനീയമാണ്. വീണ്ടും പറയുന്നു, മറ്റൊരു തെളിവ് ചില ഹദീസുകളും ചില പണ്ഡിതന്മാരുടെ വാക്കുകളുമാണ്. അത് തെളിയിക്കുന്നത് മസീഹി മൗദും മഹദി മൗദും 14-ാം നൂറ്റാണ്ട് തലയ്ക്കിൽ വരുന്നതാണ്. അൽ ആയാത്തു ബാദൽ മിയത്തൈൻ.
പഴയ പല ഉലമാക്കളും അതിനെ വിശദീകരണം നൽകിയിട്ടുണ്ട്. മിയത്തൈൻ എന്നുള്ളത് ഉദ്ദേശം അൽഫ് കെ ബാദ് ശേഷമുള്ളതാണ്. അതിൻ്റെ ഹദീസിൻ്റെ അർത്ഥം മസീഹിൻ്റെയും ജനനം ആയത്ത് കുബ്രയിൽ 13-ാം നൂറ്റാണ്ടിലായിരിക്കും, 14 നൂറ്റാണ്ടിലായിരിക്കും അത് വെളിപ്പെടുന്നത്. ഇതാണ് ഉലമാക്കൾ ചെയ്ത വ്യാഖ്യാനം. ഇതാണ് തീരുമാനിച്ചിരിക്കുന്നത്. മഹദി മൗദ് 13-ാം നൂറ്റാണ്ടിൽ ജനിക്കണം. അപ്പോൾ മാത്രമേ 14-ാം നൂറ്റാണ്ടിലെ തലക്കൽ അത് വെളിപ്പെടുകയുള്ളൂ. നവാബ് സിദ്ദീഖ് ഹസൻ സാഹിബും ഹിജുൽ കറാമയിലും എഴുതുന്നു, ഞാൻ മനസ്സിലാക്കുന്നത് 14-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മെഹദി മൗദ് വെളിപ്പെടുന്നതായിരിക്കും. അതിന് തെളിവ് ഒന്ന്, 13-ാം നൂറ്റാണ്ടിൽ വളരെയധികം ദജ്ജാലി ഫിത്നകൾ ഉണ്ടാകും. നോക്കുക, ഈ ഇന്നത്തെ കാലത്ത് മൗലവി അദ്ദേഹം വളരെയധികം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു 14-ാം നൂറ്റാണ്ടിൽ മസീഹും മഹദിയും വെളിപ്പെടുന്നതാണെന്ന്. അത്രമാത്രമല്ല, തൻ്റെ ഗ്രന്ഥത്തിൽ തൻ്റെ സന്താനങ്ങൾക്ക് വസീത്ത് നൽകി പറയുന്നു, എനിക്ക് മസീഹ് കാലഘട്ടം കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിക്കണം. എഴുതുന്നു, വീണ്ടും എഴുതുന്നു, ഈ മൗലവികൾ 14-ാം നൂറ്റാണ്ട് വന്നപ്പോൾ ചിന്തിച്ചില്ലേ, കുറച്ച് അള്ളാഹുവിനെ ഭയപ്പെടുക. അവരെന്ത് ആക്രമണമാണ് നടത്താതിരുന്നത്, ഏത് രീതിയിലുള്ള പരിഹാസങ്ങൾ ചെയ്യാതിരുന്നത്, ഏത് അസഭ്യമാണ് അവർ തങ്ങളുടെ നാവിൽ കൊണ്ടുവരാത്തത്. യഥാർത്ഥത്തിൽ ഏതുവരെ അള്ളാഹു അത് തുറക്കാൻ സാധിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ വാഗ്ദാനം, അള്ളാഹുവിൽ നിന്ന് ഉൾക്കാഴ്ച കിട്ടാത്തവരെ അതിന് സാധ്യമല്ല. ദാറുഖുത്നിയിൽ ഒരു ഹദീസിന് ഹവാല നൽകിക്കൊണ്ട് പറയുന്നു, ഇത് തെളിയിക്കുന്നത് മെഹദി മൗദ് 14-ാം നൂറ്റാണ്ടിന്റെ തലയ്ക്കലാണ് പ്രത്യക്ഷപ്പെടുക. ഇന്ന ലി മഹദീന ആയത്തൈനി. അതിന്റെ തർജുമ, നമ്മുടെ മെഹദിക്ക് 2 അടയാളങ്ങളുണ്ട്. ആകാശഭൂമിയിൽ ഉണ്ടായ മുതൽ ഈ ഒരു അടയാളം മറ്റാർക്കു വേണ്ടിയും മറ്റൊരു നിയോഗിതിനു വേണ്ടിയും വെളിപ്പെട്ടിട്ടില്ല. ആ അടയാളം ഇതാണ്. ചന്ദ്രഗ്രഹണം അതിന് നിർണയിക്കപ്പെട്ട ആദ്യ രാത്രിയിലും സൂര്യഗ്രഹണം അതിന് നിർണയിക്കപ്പെട്ട ഇടയിലുള്ള ദിവസവും റമദാൻ മാസത്തിൽ പ്രത്യക്ഷപ്പെടുന്നതാണ്. അതായത് ഈ ദിവസങ്ങളിൽ മഹദി തന്റെ വാദം ലോകത്തു മുന്നിൽ പ്രകടിപ്പിക്കുകയും ചെയ്യും. ലോകം അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നതല്ല. ആകാശം അതിനെ സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു അടയാളം പ്രകടിപ്പിക്കുന്നതാണ്. ആ അടയാളം നിർണയിക്കപ്പെട്ട ദിവസങ്ങളിൽ ഹദീസിൽ പറഞ്ഞതുപോലെ സൂര്യനും ചന്ദ്രനും റമദാനുൽ മാസത്തിൽ ഗ്രന്ഥം ഇറങ്ങിയ മാസത്തിൽ ഗ്രഹണം സംഭവിക്കുന്നതാണ്. ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു അടയാളമാകുന്നു. ഈ ലോകത്ത് അക്രമം കാണിച്ചിരിക്കുന്നു. അള്ളാഹുലാക്കപ്പെട്ടവനെ നിങ്ങൾ കറ്റുകെട്ടുകാരനെന്ന് പറഞ്ഞു. 14-ാം നൂറ്റാണ്ട് നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ഈ മെഹദിയുടെ കാലഘട്ടം, ആ അടയാളം 14-ാം നൂറ്റാണ്ടിലാണ് അടയാളം പ്രത്യക്ഷപ്പെട്ടത്. ഇതിനേക്കാൾ കൂടുതൽ പ്രത്യക്ഷമായ എന്ത് തെളിവാണ് വേണ്ടത്? ഈ ചന്ദ്രഗ്രഹണവും സൂര്യചന്ദ്രഗ്രഹണവും മെഹദി മൗദിന്റെ കാലഘട്ടത്തിലാണ് ഹദീസ് പറഞ്ഞിട്ടുള്ളത്. അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ സൂര്യചന്ദ്രഗ്രഹണങ്ങൾ 14-ാം നൂറ്റാണ്ടിൽ നടന്നിരിക്കുന്നു. ഇതേ കാലഘട്ടത്തിൽ മസീഹു മഹദിയാണെന്നുള്ള വ്യക്തി വാദം പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാവുന്നത് മഹദി മൗദിന്റെ കാലഘട്ടം 14-ാം നൂറ്റാണ്ടാണെന്നുള്ളതാണ്. ഇതേ നിഷേധിക്കുന്നത് അത് വളരെ വലിയൊരു തെറ്റാകുന്നു. പ്രത്യക്ഷമായ ആജ്ഞാ ലംഘനമാണ്. പറയുന്നു ഒരു സ്ഥലത്ത് 1300 വർഷങ്ങളിൽ എൻ്റെ ജനങ്ങൾ നബിയാണെന്ന് വാദിച്ചു. എന്നാൽ ആർക്കു വേണ്ടിയും ഇത്തരം ഒരു അടയാളം പ്രത്യക്ഷപ്പെട്ടില്ല. അത് വ്യാജനാണ് തെളിയിക്കുന്നു. മുമ്പ് വാദിച്ചവർ
മുമ്പല്ലോ ആൾക്കാർ വാദിച്ചിരുന്നു. അവർക്ക് ഈ അടയാളം ഒരിക്കലും പ്രത്യക്ഷപ്പെട്ടില്ല. അവർക്കായിട്ട് എനിക്ക് വേണ്ടി അടയാളം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. പിന്നെയും എപ്പോഴും എന്നെ വ്യാജൻ എന്ന് പറയുന്നു. ഇത് ആകാശീയ അടയാളമാണ്. ആർക്കാണോ ഇതിനുള്ള താല്പര്യമുണ്ടായിരുന്നത് മസീഹ് മൗദിയാവാൻ വേണ്ടി, അവർക്ക് വേണ്ടി അടയാളം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. എനിക്ക് വേണ്ടി റമദാൻ മാസത്തിൽ സൂര്യചന്ദ്രഗ്രഹണങ്ങൾ ഉണ്ടായിരിക്കുന്നു. ആരുടെക്കെങ്കിലും കഴിവുണ്ടായിരുന്നെങ്കിൽ അവർ റംസാനിൽ സൂര്യചന്ദ്രഗ്രഹണങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. എന്നാൽ അള്ളാഹുവാണ് സത്യം. അവൻ എന്നെ സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി ആകാശീയ അടയാളം കാണിച്ചത്. അത് പ്രത്യക്ഷപ്പെടുത്തിയത് മൗലവികൾ എൻ്റെ പേർ ദജ്ജാലെന്നും കള്ളനെന്നും കാഫിറെന്നും വെച്ചപ്പോഴായിരുന്നു. വലിയ കാഫിർ എന്ന് വെച്ചിരുന്നു. ഈ അടയാളം ഇതിനെ സംബന്ധിച്ച് 20 വർഷം മുമ്പ് ബറാഹിൻ അഹമ്മദിയയിൽ ഒരു പ്രവചനം എന്ന നിലയിൽ വാഗ്ദാനം നൽകിയിരുന്നു. അവരോട് പറയുക, എൻ്റെ അടുത്ത് അള്ളാഹുവിൻ്റെ സാക്ഷ്യമുണ്ട്, നിങ്ങളത് അംഗീകരിക്കുകയില്ലേ? വീണ്ടും അവരോട് പറയുക, എൻ്റെ അടുത്ത് അള്ളാഹുവിൻ്റെ ഒരു സാക്ഷ്യമുണ്ട്, നിങ്ങളതിനെ സ്വീകരിക്കില്ലേ? അള്ളാഹുവിന് ധാരാളം സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ എന്നെ അംഗീകരിക്കുന്നതിന് വേണ്ടി 100-ലധികം പ്രവചനങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ അതിന് സാക്ഷികളാണ്. എന്നാൽ ഇത് പ്രത്യേകമായിട്ട് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. എനിക്ക് നൽകപ്പെട്ട ഈ അടയാളം അത് ആദം മുതൽ ഇതുവരെ മറ്റാർക്കും തന്നെ നൽകപ്പെട്ടിട്ടില്ല. ഞാൻ കാബ മന്ദിരത്തിൽ നിന്നുകൊണ്ട് സത്യം ചെയ്യാൻ കഴിയും, ഈ അടയാളം എന്നെ സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്, മറ്റാർക്കും വേണ്ടിയില്ല. ഇതിനെ നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല. ഞാൻ ഖാന കാബയിൽ നിന്നുകൊണ്ട് സത്യം ചെയ്ത് പറയാൻ എനിക്ക് സാധിക്കും, ഈ അടയാളം ഈ നൂറ്റാണ്ടിനെയും സാക്ഷ്യപ്പെടുത്തുന്നു. 14 നൂറ്റാണ്ടിൽ ഒരു വ്യക്തിയെ സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി വരുന്നത് എന്നുള്ളത് കാര്യവും. ഇത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയുടെ വെളിപ്പെടലിന് വേണ്ടി 14-ാം നൂറ്റാണ്ടാണ് നിർണയിച്ചിരിക്കുന്നത്. ഏതൊരു നൂറ്റാണ്ട് തലയ്ക്കലാണോ ഈ പ്രവചനം പൂർത്തിയായത്, ആ നൂറ്റാണ്ടാണ് മഹദിയുടെ നൂറ്റാണ്ടെന്ന് അംഗീകരിക്കേണ്ടി വരും. हजरत मोहम्मद मुस्तफा इस्लाम अहमदियत गुलाम अहमद की नारा तकबीर. പറയുന്നു, ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ അവർക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു മസീഹ് മൗദ് 14-ാം നൂറ്റാണ്ടിൽ തന്നെ വരുമെന്നുള്ളത്. തോഫ ഗോൾഡ്വിയിൽ മറ്റ് ഗ്രന്ഥങ്ങളിലും അതിൻ്റെ വിശദീകരണം എഴുതിയിട്ടുണ്ട്. അത് അംഗീകരിക്കുന്നതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്നിട്ടും ഇവർ മസീഹ് മൗദിനെ വിശ്വസിക്കുന്നതിന് തയ്യാറല്ല. ഈ കാലഘട്ടം സ്വയം അംഗീകരിക്കുന്നു. പറയുന്നു, അല്ലയോ ദൈവദാസരെ, നിങ്ങൾക്കറിയാം ഒരു കാലഘട്ടം വരെ മഴ പെയ്യുന്നില്ല എങ്കിൽ അതിൻ്റെ അവസാനം ഭൂമി വരണ്ടു പോകുമ്പോൾ അത് വെള്ളം ആകർഷിക്കുന്നുവെങ്കിൽ അതേപോലെ തന്നെ ആത്മീയ ലോകത്തും ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാകുന്നു. ആ ആകാശീയ വെള്ളം അതിനെ പച്ചപ്പുള്ളതാക്കി തീർക്കുന്നു. ഞാൻ എൻ്റെ വാദത്തെ സംബന്ധിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ആവശ്യമുള്ള സമയത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ അവരുടെ അവസ്ഥ ഞാൻ നേരത്തെ പറയുണ്ടായി. ഒരു മുസ്ലിനെ അവർ ആഗ്രഹിക്കുന്നില്ലേ? അവർ സ്വയം പറയുന്നു, വിളിച്ചു പറയുന്നു, ഒരു മുസ്ലിം വരേണ്ടതാണ്, ഒരു പരിഷ്കർത്താവാണ് വരേണ്ടതാണ് ഇസ്ലാമിൻ്റെ പുനരുജ്ജീവിതത്തിന് വേണ്ടി. എന്നാൽ ആരാണ് അള്ളാഹു അയച്ചത്, ആരാണത് വാദിക്കുന്നത്, അവരെ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. പറയുന്നു, ഈ സമയത്ത് ജനങ്ങൾ ആത്മീയ വെള്ളത്തെ ആഗ്രഹിക്കുന്നു. ഭൂമി വരണ്ടിരിക്കുന്നു. സഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹറിനെ അത് സാക്ഷ്യപ്പെടുത്തുന്നു. കരയിലും വെള്ളത്തിലും ഫസാദിരിക്കുന്നു. എല്ലായിടത്തും കലഹം വർദ്ധിച്ചിരിക്കുന്നു. അതാണ് നാം കാണുന്നത്. നിങ്ങൾക്കത് കാണുന്നില്ലേ? എല്ലാവർക്കും കാണാൻ സാധിക്കുന്നില്ലേ? എന്നിട്ടും പറയുന്നു കാലഘട്ടം വന്നിട്ടില്ല എന്ന്. സഹറൽ ഫസാദു
ഫിൽഫല്യുൽ ബഹരിയുടെ കാലഘട്ടമാണിത്. അത് സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ കാലഘട്ടം. അതെല്ലാ രീതിയിലും വഴികേട്ടിലായിരിക്കുന്നു. മുഷ്രിഖ് ലോഗ്, ബഹർ എന്ന് പറഞ്ഞാൽ അഹ്ലെ കിതാബ് ഗ്രന്ഥാനുസാരികൾ, അത് അജ്ഞരും പണ്ഡിതന്മാരും എന്നുള്ള അർത്ഥം കൊടുക്കാം. അവരിലെല്ലാം തന്നെ ഫസാദായിരിക്കുന്നു. ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും ലോകത്തിൻ്റെ അവസ്ഥ മാറിയിരിക്കുന്നു. ആത്മീയത ഒട്ടും ബാക്കിയില്ല, അതിൻ്റെ പ്രഭാവം ഒട്ടും കാണുന്നില്ല. കർമ്മ ബലഹീനതകൾ വളരെ എല്ലാവരിലുമുണ്ട്. അള്ളാഹുവിനെ അന്വേഷിക്കുന്നുവെന്ന് ആരുമില്ല. അതുകൊണ്ട് ഈ സമയത്ത് ആവശ്യമുള്ളത് ആകാശീയ ബലത്തിൻ്റെതാണ്. ആ നുബുവത്തിൻ്റെ 100 പ്രകാശമാണ്. അത് സൽ ഹൃദയങ്ങളെ അത് ആകർഷിക്കുന്നു. അള്ളാഹുവിന് ശുക്ർ ചെയ്യുക, അള്ളാഹു ഇത് അയച്ചിരിക്കുന്നുള്ള കാര്യത്തിൽ. അതിൽ നിങ്ങൾ പ്രയോജനമെടുക്കുക. ഇവർ പറയുന്നു അത് ആകാശത്തിന് ഈശ ഇറങ്ങുന്നതാണെന്ന്. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ആകാശത്തേക്ക് പോകേണ്ടതായിരുന്നു. നിങ്ങളുടെ ചിന്തയിൽ ഒരു കള്ളവാദി മസീഹാണെന്ന് വാദിച്ചാൽ, സത്യം ഇതാണെങ്കിൽ മസീഹ് ആകാശത്തിന് വരുന്നതാണെങ്കിൽ ഇപ്പോഴാണ് ഇറക്കേണ്ടിയിരുന്നത്, ലോകം വഴികേടലാകാതിരിക്കാൻ വേണ്ടി. വലിയൊരു ജമാഅത്ത് എന്നെ മസീമോദായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് വരിക? അള്ളാഹു ഈ കള്ളവാദിയെ സഹായിക്കുമോ? അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഉദാഹരണങ്ങൾ പറയുക, എന്നിട്ട് പറയുക യഥാ സത്യം എന്താണ് നിങ്ങൾ പറയുക. എതിരാളികൾ ഇത് ചിന്തിക്കേണ്ടതുണ്ട്. ഇസ്ലാമിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി നൗസുബില്ല അതിനെ അംഗീകരിക്കുന്നവർ വളരെയധികം പരിശ്രമിക്കുന്നുണ്ടോ? ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ അവരിൽ പ്രവേശിക്കുന്നു. എന്നാൽ ഇസ്ലാമിനെ പ്രതിരോധിക്കുന്നതിനായി, രക്ഷപ്പെടുത്തുന്നതിനായി അള്ളാഹു ആരെയും അയക്കുന്നില്ല. ഈ മാത്രമേ പണ്ഡിതരുടെ പ്രയത്നങ്ങൾ അത് പാഴായി പോവുകയാണോ? ഈ പണ്ഡിതന്മാർ അവർ തങ്ങൾ പ്രതിരോധിക്കാണെന്ന് ചിന്തിക്കുന്നു. അവർ എതിർപ്പിൽ മുന്നേറുന്നു. ഇസ്ലാമിൻ്റെ സുന്ദരമായ അധ്യാപനങ്ങളെ വികലമാക്കുകയാണ് ചെയ്യുന്നത്. അവർ നീതിപൂർവ്വം ചിന്തിക്കുന്നവർ ചിലർ പറയാറുണ്ട്. മുസ്ലിങ്ങളിലെ ചില വിദ്യാസമ്പന്നരായ ആളുകളും അംഗീകരിക്കുന്നു. ഈ പണ്ഡിതന്മാരുടെ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതിലൂടെ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ വികലമാക്കപ്പെടുന്നു. അവർ ഇസ്ലാമിൻ്റെ സുന്ദര അധ്യാപനങ്ങളെ വികൃതമാക്കുകയാണ് ചെയ്യുന്നത്. അതിനെ കളങ്കപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവർക്കൊരു ചിന്തിക്കണം. വിശ്വസിക്കാതിരിക്കുക ചെയ്യട്ടെ, അത് വേറെ കാര്യം. പക്ഷേ അവർ അസഭ്യം പറയാമോ? നിങ്ങൾ മുസ്ലിങ്ങളല്ല എന്ന് ഇപ്പോൾ പാകിസ്ഥാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ മൂസയോടും പറഞ്ഞു, നിങ്ങൾ സൗമ്യമായി സംസാരിക്കുമെന്ന്, നിങ്ങൾ അസഭ്യം പറയരുതെന്ന്. അസഭ്യമല്ലാതെ ഒന്നും തന്നെ അവരുടെ കയ്യിലില്ല. അസഭ്യത്തിന് മുന്നിൽ അതിന് മുന്നിൽ അവർ വിജയിച്ചിരിക്കുന്നു. പക്ഷേ അഹമ്മദിയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ചിലപ്പോൾ തബ്ലീഗിൽ ചിലർ വികാരവാദിനായ ചില ഇത്തരത്തിലുള്ള ചില വാക്കുകൾ പറയാറുണ്ട്. അഹമ്മദികൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അവർ വളരെ സൂക്ഷിച്ച് അവർ തങ്ങളുടെ നാവിനെ ഉപയോഗിക്കുക. എപ്പോഴും നമ്മുടെ ഭാഗത്ത് നിന്ന് സൗമ്യതയും എളിമയും ഇസ്ലാമിൻ്റെ സുന്ദരമായ അധ്യാപനങ്ങളും പ്രകടനമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. പറയുന്നു, ഓർക്കുക, എൻ്റെ അറിവിൻ്റെ 2 ഉദ്ദേശമാണ്. ഒന്ന്, മറ്റു മതങ്ങൾ ഇസ്ലാമിൽ വിജയിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഇസ്ലാം സമ്മർദ്ദത്തിൽ അടിപ്പെട്ടുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിനെ രക്ഷപ്പെടുത്തുക. ഈ സമയത്താണ് അള്ളാഹു എന്നെ അയച്ചിരിക്കുന്നത്. ഞാൻ ആ വ്യാജമതങ്ങളുടെ മേൽ ഇസ്ലാമിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ വ്യാജമതങ്ങളുടെ മേൽ ഇസ്ലാമിനെ രക്ഷിക്കുന്നതിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി ശക്തമായ തെളിവ് നൽകുന്നതിന് വേണ്ടി. അത് വിജ്ഞാനപരമായ തെളിവുകളാണ്. അത് എന്നും ഇസ്ലാമിനെ സഹായിക്കുന്നവരായിരിക്കും. നിങ്ങൾ പറയുന്നു ഈ കാലഘട്ടത്തിൽ മസീഹിന്റെ ആവശ്യമില്ല എന്ന്. ഈ ശത്രുക്കളുടെ ആക്രമണം കണ്ട് സ്വയം പറയുന്നു, ഈ ഒരു അവസരത്തിൽ ഇസ്ലാമിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി
അതിനുവേണ്ടി അള്ളാഹു ആരെങ്കിലും അയക്കേണ്ടതാണെന്ന് അവർ പറയുന്നു. ഞാൻ നിശ്ചയമായും പറയുന്നു, ഇസ്ലാം തീർച്ചയായും വിജയിക്കുന്നതാണ്. അതിൻ്റെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനു വേണ്ടി ഏതെങ്കിലും വാളിൻ്റെയോ തോക്കിൻ്റെയോ ആവശ്യമില്ല. അള്ളാഹു എന്നെ ആയുധങ്ങളുമായിട്ടല്ല അയച്ചിരിക്കുന്നത്. ആരാണോ ചിന്തിക്കുന്നത് ഇസ്ലാമിൻ്റെ അങ്ങനെ ചിന്തിക്കുന്നത്, അവർ ഇസ്ലാമിൻ്റെ മിത്രമല്ല. ഹൃദയങ്ങളെ കീഴടക്കേണ്ടത് അത് വാളുകൊണ്ട് ഒരിക്കലും സാധ്യമല്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വാളെടുത്തു. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ വാള് അത് സ്വയരക്ഷയ്ക്ക് വേണ്ടി, പ്രതിരോധത്തിന് വേണ്ടി മാത്രമായിരുന്നു. അതും ശത്രുക്കളുടെ ആക്രമണം അത് അതിരിവിട്ടപ്പോഴായിരുന്നു. നിരപരാധികളായ മുസ്ലിങ്ങളുടെ രക്തം ഒഴുക്കിയപ്പോഴായിരുന്നു. പറയുന്നു, ഞാൻ എൻ്റെ ലക്ഷ്യം ഇസ്ലാമിൻ്റെ വിജയം മറ്റു മതങ്ങൾക്ക് മേലുണ്ടാക്കിയെടുക്കുക. രണ്ടാമത്തെ ജോലി, അവർ പറയുന്നു ഞങ്ങൾ നമസ്കരിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അത് നാവ് കൊണ്ട് മാത്രം പറയുന്നതാവുന്നു. അതിനുവേണ്ടി ആ അവസ്ഥ മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ സത്ത എനിക്കറിയാം. ഒരാളെ വിശ്വാസിയാകാൻ സാധ്യമല്ല ഏതുവരെ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹും ഉണ്ടാകാത്തതുവരെ. അവർ ഭൗതികത ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചിരുന്നില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിലെല്ലാം ത്യജിച്ചിരുന്നു. എല്ലാം തന്നെ അവർ ലോകത്തിന് നൽകിയിരുന്നു. ഇന്ന് എത്രത്തോളം ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഭൗതികതയ്ക്ക് അള്ളാഹുവിന് വേണ്ടി തന്നെ ഒന്നും തന്നെ ഒരു ബാക്കി വെച്ചിട്ടില്ല. എല്ലാം ഭൗതികതയ്ക്ക് നൽകിയിരിക്കുന്നു. നേതൃത്വം ഉണ്ടെങ്കിൽ അതും ഇമാരത്തിന്, നമസ്കാരവും നോമ്പും എല്ലാം ഭൗതികതയ്ക്ക് വേണ്ടി മാത്രം. അള്ളാഹുവിന് സാമീപ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അല്പം പോലും ഇതിനെക്കുറിച്ചുള്ള ചിന്തയില്ല. എല്ലാവർക്കും അറിയാം, ഈ കാര്യങ്ങൾ വളരെ സത്യമാണെന്ന് എല്ലാവർക്കും നോക്കുന്നവർക്ക് മനസ്സിലാകും. ഇസ്ലാമിനെ ഉദ്ദേശം ഇത് വെറും ഇത്രമാത്രമായിരുന്നുവോ? വിശ്വാസി ശുദ്ധീകരിക്കപ്പെടുന്നു, അവരിൽ മലക്കളുടെ വർണ്ണമുണ്ടാകുന്നു. അള്ളാഹുവിനുള്ള സമീപം വർദ്ധിക്കുന്നതനുസരിച്ച് അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേൾക്കുകയും അവർക്ക് സമാധാനം ലഭിക്കുകയും ചെയ്യുന്നു, സംതൃപ്തി ലഭിക്കുകയും ചെയ്യുന്നു. സ്വയം ചിന്തിക്കുക, ഈ ഒരു അവസ്ഥ നമുക്ക് ലഭ്യമാണോ എന്ന് ചിന്തിക്കുക. മുസ്ലിങ്ങളായാലും അഹമ്മദികളായാലും എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. ഈ ഒരു പദവി തനിക്ക് ലഭിച്ചിട്ടുണ്ടോ? നാം സ്വയം ചിന്തിക്കേണ്ടതാണ്. ഞാൻ ചില പ്രവചനങ്ങളെക്കുറിച്ചും ഞാൻ പറയാം. ആ പ്രവചനങ്ങൾ വിശുദ്ധ ഖുർആനിലേതാണ്. മുമ്പും പറഞ്ഞിട്ടുണ്ട്. പറയുന്നു, മറ്റു തെളിവുകൾ കൂടാതെ ഞാൻ മസീഹ് മൗദാണെന്നുള്ളതിന് ആ വ്യക്തിപരമായ അടയാളങ്ങളുമുണ്ട്. മസീഹ് മൗദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു വലിയ അടയാളം മസീഹ് മൗദിന് അനിവാര്യമായിട്ടുള്ളത് യകുനു ഫി ആഖിർ സമാനി ഇന്ദ തസാഹുറുൽ ഫിത്നി അവസാന കാലഘട്ടത്തിൽ ഫിത്തന ഉണ്ടാവുന്നതാണ്. ആ സമയത്ത് മസീഹ് മൗദ് പ്രത്യക്ഷപ്പെടുന്നതാണ്. ഇതിൻ്റെ തെളിവിന് വേണ്ടി, ഇത് അവസാന കാലഘട്ടമാണെന്നതിന് വേണ്ടി, മസീഹ് വരേണ്ട കാലഘട്ടമാണെന്നുള്ളതിന് രണ്ട് തലത്തിലുള്ള തെളിവുകളാണ്. ഒന്ന്, വിശുദ്ധ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനങ്ങൾ, അത് ഖിയാമത്തിൻ്റെ സമീപമായെന്ന് തെളിയിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ സൂര്യേന്ദ്രൻ ഒരേ മാസത്തിൽ, റമദാൻ മാസത്തിൽ സൂര്യേന്ദ്രൻ ഉണ്ടാവുക, ജുമിയ ഷംസു വൽ ഖമറു, സൂര്യനെ ചന്ദ്രനെ ഒരുമിച്ച് കൂട്ടണം എന്നുള്ള വചനത്തിൽ വന്നിരിക്കുന്നു. അതിലുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും പറയുന്നു, നക്ഷത്രങ്ങൾ ഉടഞ്ഞു പോവുക. വൈസൽ കവാക്കിബു ഇൻതസറത്ത്, അതിൽ നിന്നും വ്യക്തമാവുന്നത് നക്ഷത്രങ്ങൾ ഉടയുമ്പോൾ, അതായത് സന്മാർഗം കുറഞ്ഞു വരുമ്പോൾ ഈ നാമധാരികളെ പണ്ഡിതന്മാർ ഇസ്ലാമിനെ വികൃതമാക്കുന്നു, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ വികലമാക്കുന്നു. ഈ നക്ഷത്രങ്ങളുടെ പ്രകാശമില്ലാതായിത്തീരുന്നു.
പിന്നീട് പറയുന്നു, എങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, വളരെ ഗഹനമായിട്ടുള്ള ഒരു സൂര്യഗ്രഹണം ഉണ്ടാകുന്നു. ഇത് ഷംസുക്കു വിറത്ത്, വളരെ ഗഹനമായ അന്ധകാരം ഉണ്ടാകുന്നതാണ്. മുഴുവൻ ആകാശത്തെയും അത് വലയം ചെയ്യുന്നതാണ്. അത് പറയുന്നത് മുസ്ലിങ്ങളിൽ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്ന സൂര്യൻ, അതിൻ്റെ പ്രകാശം ലോകത്തും ഉണ്ടായിരുന്നു. ആ ആ ആ പ്രകാശത്തെ അതിനൊരു മറ ഉണ്ടായിത്തീരുന്നതാണ്. അപ്പോൾ ജോഷ് വരികയും ഒരു വ്യക്തി അയക്കുകയും അദ്ദേഹം ഇസ്ലാമിൻ്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ ലോകത്തിന് മുന്നിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും. ജനങ്ങൾ അതിൻ്റെ പ്രത്യക്ഷാർത്ഥത്തിലാണ് നോക്കുന്നത്. ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാകാത്തവർ വൈദൽ വുഹൂഷു ഹുഷിറത്ത് എന്ന് പറഞ്ഞ ആയത്തിൽ പറഞ്ഞതുപോലെ അവർ ഇസ്ലാമികമായ മര്യാദകളെ കുറിച്ച് അറിയാത്തവരാണ്. അവർ 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 ഉത്തേജനത്തിൽ വരുന്നതാണ്. മൃഗങ്ങളെ ഒരുമിച്ച് കൂടുക എന്നുള്ള അർത്ഥം ഇതും കൂടിയാണ്. അതായത് നാമധായ മനുഷ്യരെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. ഞങ്ങൾ വലിയ വിദ്യാഭ്യാസമ്പന്നരാണെന്ന് അവർ പറയുന്നു. പക്ഷെ അവർ വേശ്യകളാകുന്നു, മൃഗങ്ങളെ പോലെയാകുന്നു. അവരുടെ സ്വഭാവം മൃഗങ്ങളെ പോലെയുള്ളതാകുന്നു. തങ്ങൾ വലിയ അഭിവൃദ്ധിപ്പെട്ടവരാണെന്ന് പറയുന്നു. ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്നവർ പറയുന്നു. ഇതാണ് നാം കാണുന്ന ഈ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഈ വഹശി, ഈ മൃഗങ്ങൾ പോലുള്ള മനുഷ്യർ ഒരുമിച്ച് കൂടുന്നു. അവർ പരസ്പരം നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനേക്കാൾ വലിയ തെളിവാണ് വേണ്ടത് ഈ കാലഘട്ടത്തിൽ വെളിപ്പെടുന്നതിന്. വീണ്ടും പറയുന്നു, പ്രസിദ്ധീകരണം അധികമാവുക, ഗ്രന്ഥങ്ങളുമെല്ലാം സാഹിത്യങ്ങളും വളരെയധികം പ്രസിദ്ധീകരിക്കപ്പെടുക. വൈദസുഫുനുഷിറത്ത് എന്നതിൽ ആയത്തിൽ പറയുന്നത് പോലെ, അതായത് ഗ്രന്ഥങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നതാണ്. മീഡിയ നഷുഷാത്തും അത് വളരെയധികം പ്രചരിക്കുന്നതാണ്. ഇന്ന് മസീഹ് ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ ഇത് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. അച്ചടിശാലകൾ ധാരാളമായി ഉണ്ടായിരിക്കുന്നു. ഇത് തിന്മകളെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, ഇതിനെ തടയുന്നതിന് വേണ്ടിയാണ് മസീഹ് ഇസ്ലാം പറയേണ്ടത്. പുതിയ ഈ സാങ്കേതിക വിദ്യയിലൂടെ മസീഹ് ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ ഇതിനെ പ്രതിരോധിക്കുകയും ഇന്ന് ഇത് വളരെ വ്യക്തമായി ജമാഅത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണിത്. ഈ കാലഘട്ടത്തിൽ ഒരു പരിഷ്കരണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അദ്ദേഹം വന്നു. ചിന്തിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാവുക. പറയുന്നു, വൈദൻ നുജൂമു ഇൻകദറത്ത് എന്ന് ആയത്തിൽ പറഞ്ഞത് വൈദൻ നുജൂമു ഇൻകദറത്ത്. അതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാവുന്നത് നക്ഷത്രങ്ങൾ മങ്ങുമ്പോൾ, സഹാബാക്കളുടെ മാതൃകൾ ഇല്ലാതാകുമ്പോൾ, നല്ല ആളുകളുടെ മാതൃകൾക്ക് യാതൊരു വിലയുമില്ലാത്തപ്പോൾ അത് മങ്ങിപ്പോവും. ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ മങ്ങിപ്പോകുമ്പോൾ ഇതെല്ലാം ഇന്ന് പ്രത്യക്ഷപ്പെടുന്നില്ലേ, നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ? ഇതിനെല്ലാം ഇല്ലാതാക്കുന്നതിന് വേണ്ടി എന്തെല്ലാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതിനെ പ്രതിരോധിക്കാൻ ഒരു മുസ്ലിമിൻ്റെ ആവശ്യമില്ലേ? എല്ലാ തരത്തിലുള്ള മാർഗദർശനങ്ങളും മാർഗഭ്രംശങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ. ഇദസ്സമാഉൻ ഷക്കത്ത് അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആകാശം പിളരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഗ്രഹണങ്ങളും വാൽനക്ഷത്രമെല്ലാം പ്രത്യക്ഷപ്പെടുന്നു, അടയാളങ്ങൾ. ഇത് മസീഹ് ഇസ്ലാമിൻ്റെ വാദത്തോടൊപ്പം തന്നെ പ്രത്യക്ഷപ്പെട്ടതാണ്. ഇത് അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ച് നടന്നതാണ്. അള്ളാഹുവിൻ്റെ വിധി പ്രത്യക്ഷപ്പെടുത്തുന്നു. അള്ളാഹുവിൻ്റെ ആഗ്രഹമാണ് പ്രകടമാക്കുന്നത്. അത് വെളിപ്പെടുന്നു. ലോകത്ത് ഒരു വ്യക്തമായ പരിവർത്തനം വന്നിരിക്കുന്നു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടം അതൊരു ഖിയാമത്തിന്റെ കാലഘട്ടമായിരുന്നു. ഇഖ്തറബത്തു സാ ഇൻ ഷക്കൽ ഖമർ അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, അതിൽ പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കുന്നത് പോലെ ഈ കാലഘട്ടം 1300 വർഷം കഴിഞ്ഞപ്പോഴുള്ള കാലഘട്ടം ഈ ഇങ്ങനെയുള്ള അല്ല എന്ന് ആർക്കാണ് പറയാൻ സാധിക്കുക? ഈ കാലഘട്ടത്തിൽ ഒരു പരിഷ്കർത്താവിൻ്റെ അനിവാര്യമായിരുന്നു. പറയുന്നു, കാലഘട്ടത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ സഹായവും കൂടെ ഉണ്ടാകുന്നു. ആദ്യം മുതൽ ഇപ്പോഴേ കാണുന്നു. അതുകൊണ്ട് പറയുന്നു,
എനിക്ക് ആ വിശുദ്ധ ഖുർആനിലെ ആയത്തം അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുന്നു. അള്ളാഹു എനിക്ക് തന്നെ അനുഗ്രഹങ്ങളെ അതിനെ ഞാൻ പ്രചരിപ്പിക്കുന്നു. അതെനിക്ക് എൻ്റെ സഹായത്തിൽ പല അടയാളങ്ങളും അള്ളാഹു എനിക്ക് തന്നിരിക്കുന്നു. അതിൻ്റെ എണ്ണം വളരെ ധാരാളമാണ്. പലതിലും അള്ളാഹു തൻ്റെ വാഗ്ദാനം അനുസരിച്ച് എന്നെ ശത്രുക്കളുടെ അക്രമത്തിൽ രക്ഷിച്ചിരിക്കുന്നു. ചില അടയാളങ്ങൾ എല്ലാ അവസ്ഥയിലും തൻ്റെ വാഗ്ദാനം അനുസരിച്ച് എൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ചില അടയാളങ്ങൾ ഇന്നി മുഹീനുൻ മൻ അറാദ ഇഹാനത്തക്ക എന്ന വാഗ്ദാനം അനുസരിച്ച് എന്നെ ആക്രമിക്കുന്നവരെ, എന്നെ പരിഹസിക്കുന്നവരെ നിന്ദിരാക്കുന്നതാണെന്നുള്ള അതിനനുസരിച്ചുള്ള ധാരാളം അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അത് പരാമർശിക്കാറുണ്ട് പല സന്ദർഭങ്ങളിലും. മറ്റുള്ളവർക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ട്. എനിക്കെതിരെ കേസ് കേൾക്കുന്നവരാണ്. അപ്പോൾ അള്ളാഹു തന്റെ പ്രവചനം അനുസരിച്ച് എനിക്ക് വിജയം നൽകുന്നു. ഇത്തരത്തിലുള്ള സഹായം മറ്റൊരു വ്യാജന ഉണ്ടാകുമോ? ചില അടയാളങ്ങൾ കാലഘട്ടത്തിനനുസരിച്ചുള്ളതാണ്, ആവശ്യത്തിനനുസരിച്ചുള്ളതാണ്. ഒരു ഇമാമിന് വരേണ്ടതല്ലേ എന്നുള്ള അവസ്ഥ. ചില അടയാളങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ള ദുആ സ്വീകാര്യതയാണ്. മറ്റു ചില അടയാളങ്ങൾ ശത്രുക്കൾക്കുള്ള എൻ്റെ ദുആയെ സംബന്ധിച്ചാണ്. ചില അടയാളങ്ങൾ എൻ്റെ ദുആ കൊണ്ട് ചില രോഗികൾ ഭേദമാകുന്നു. നേരത്തെ എനിക്ക് അതിനെക്കുറിച്ച് അറിവ് നൽകപ്പെടുകയും ചെയ്യുന്നു. ചില അടയാളങ്ങൾ എനിക്ക് വേണ്ടി, എൻ്റെ സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി പൊതുവിൽ അള്ളാഹു ആകാശമായ ഭൂമിയിൽ നിന്ന് പ്രത്യക്ഷപ്പെടുത്തുന്നതാണ്. ചില അടയാളങ്ങൾ എന്നെ സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി വലിയ വലിയ ആൾക്കാരെ, വലിയ മഹാന്മാർക്ക് സ്വപ്നങ്ങൾ, ദർശനങ്ങൾ നൽകിയിരിക്കുന്നു. സജ്ജാദ നഷീൻ സാഹിബ് സിന്ധ് 1,00,000-ഓളം ശിഷ്യന്മാരുണ്ടായിരുന്ന ഗുലാം ഫരീദ് സാബ്, ചില മഹാന്മാർ ആയിരക്കണക്കിന് എനിക്ക് ബയ്യത്ത് ചെയ്ത് സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് ഇന്നും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് നാം കാണുന്നു. ചില സംഭവങ്ങൾ ഞാൻ വിവരിക്കുകയുണ്ടായി. ധാരാളം സംഭവങ്ങൾ അങ്ങനത്തെ അള്ളാഹു സ്വപ്നത്തിലൂടെ അവർക്ക് അറിയിച്ചു കൊടുക്കുന്നു. ചിലർ ബയ്യത്ത് ചെയ്തത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കാണുകയും ആ മഹാത്മാവ് ലോകം അവസാനിക്കാൻ പോകുന്നു, അള്ളാഹുവിൻ്റെ അവസാന ഖലീഫ മസീമോദ് വന്നിരിക്കുന്നു. ചില അടയാളങ്ങൾ ചില വലിയ മഹാത്മാക്കൾ എൻ്റെ ജനത്തിന് മുമ്പേ തന്നെ എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. മസീമോദ് ആത്മെന്ന് പറഞ്ഞിരിക്കുന്നു. നെയ്മത്തുള്ള വലി, ജമാൽപൂർ തുടങ്ങിയവർ. ചില അടയാളങ്ങൾ എല്ലാ സമുദായങ്ങൾക്കുമെതിരിൽ, എല്ലാ രാജ്യങ്ങൾക്കും എല്ലാ സമുദായങ്ങൾക്കും ഉള്ളതാണ്. അത് മുബാഹലകളാണ്. അതിന് ധാരാളം മാതൃകൾ ലോകം കണ്ടിരിക്കുന്നു. ഇന്നും പല സഹായങ്ങളും പിന്തുണയും കിട്ടിക്കൊണ്ടിരിക്കുന്നു. ലോകത്ത് വ്യാപിച്ചിരിക്കുന്ന ജമാഅത്ത് അതിനൊരു സാക്ഷ്യമാണ്. ഇത് അള്ളാഹുവിൻ്റെ സഹായത്തിൻ്റെ അടയാളങ്ങളല്ലേ? ഇവർ ചിന്തിച്ചിരുന്നെങ്കിൽ മുഹമ്മദ് മുസ്തഫ ഇസ്ലാം അഹ്മദിയ്യത്ത് അഹ്മദ് കി നാരായെ തക്ബീർ. ഇതെല്ലാം തന്നെ അവർക്ക് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അള്ളാഹു അവർക്ക് ബുദ്ധി നൽകിയിരിക്കുന്നു. അതിൽ പർദ്ദയിലാണെങ്കിലും അവർ നീതിയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് അവർ പരിശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് അംഗീകരിക്കേണ്ടി വരും. മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം കാലഘട്ടത്തിന്റെ ആവശ്യമനുസരിച്ച് ശരിയായ സമയത്താണ് മസീഹ് മൗദിയുമായിട്ട് അവതരിച്ചത്, അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ളത്. 136 വർഷത്തെ ഇസ്ലാം അഹമ്മദിന്റെ ചരിത്രം അത് സാക്ഷ്യം വഹിക്കുന്നു. നിശ്ചയമായും അള്ളാഹുവിന്റെ സഹായവും പിന്തുണയും മസീഹ് വസ്സലാമിനൊപ്പമുണ്ട്, മസീഹുവിന്റെ ജമാഅത്തിനൊപ്പമുണ്ട്. ഇന്ന് ലോകത്തിന്റെ ഓരോ കോണിലും ഓരോ രാജ്യത്തും ജമാഅത്ത് സംസ്ഥത്തിന്റെ സ്ഥാപനം, ഇസ്ലാമിന്റെ തബ്ലീഗിന്റെ ജോലികൾ, ജനങ്ങൾ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ഞാൻ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് മാർഗദർശനം, വിശുദ്ധ ഖുർആന്റെ പ്രചരണം, ഇസ്ലാമിന്റെ സുന്ദരമായ അധ്യാപനം എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കുന്ന ജോലി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ. അള്ളാഹുവിന്റെ അനുഗ്രഹമില്ല സാധ്യമല്ല. ജനങ്ങൾ ആയിരക്കണക്കിന് പരിശ്രമങ്ങൾ നടത്തിയാലും
ഇത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമില്ലാതെ നടക്കില്ല. ഇത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം. ഇത് പ്രചരിച്ചു കൊണ്ടേയിരിക്കുന്നു, ഇത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു, വളർന്നുകൊണ്ടേയിരിക്കുന്നു, അഭിവൃദ്ധി പ്രാപിച്ചു. मोहम्मद मुस्तफा, मोहम्मद मुस्तफा, इस्लाम अहमदियत, इस्लाम अहमदियत, इस्लाम अहमद की, इस्लाम अहमद की, खिलाफत अहमदिया, हज़रत खलीफतुल मसीह खामिस, नारा तकबीर। എന്നാൽ അതോടൊപ്പം തന്നെ നമ്മിൽ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ഇത് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിക്കുക അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കുക മാത്രമുള്ള കാര്യമല്ല. നമുക്ക് നമ്മുടെ അവസ്ഥകളെ അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അധ്യാപനത്തിനനുസരിച്ച് ആക്കേണ്ടത് അനിവാര്യമാണ്. നമ്മിൽ ഒരു യഥാർത്ഥ പരിവർത്തനം ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ നാം ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ യഥാർത്ഥ സഹായികളായി തീരുകയുള്ളൂ. യഥാർത്ഥ സഹായികളായിക്കൊണ്ട് ലോകത്തെ ഇസ്ലാമിലെ മടിത്തട്ടിലേക്ക് കൊണ്ടുവന്നവരാകുമായുള്ളൂ. അള്ളാഹുവിൻ്റെ ഏകത്വത്തെ ലോകത്ത് സ്ഥാപിക്കുന്നവരായി മാറുകയുള്ളൂ. ലോകത്തെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാക കീഴിൽ കൊണ്ടുവന്നവരായി മാറുകയുള്ളൂ. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആ ചെയ്യുക. ദുആ आमीन। नारा तकबीर।